വെൽക്കം ടു ഹനാസ് കുക്കിംഗ് വേൾഡ്. ഹനാസ് കുക്കിംഗ് വേൾഡിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാൽക്കട്ടയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായ ശേഷം 240 ml മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോകുന്നവരെ നല്ലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പം നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഒരു കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 120 ml പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലൊന്നൊരു മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാൽപ്പൊടി നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ഡാൽഡ ചേർത്ത് കൊടുക്കണം. 4 ടേബിൾ സ്പൂൺ ഡാൽഡയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. വനസ്പതി അത് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. തീ നല്ല കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് കട്ട പിടിക്കും. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ഒന്ന് മിക്സ് ചെയ്ത ശേഷം കട്ടകളുണ്ടാവും, കട്ടയൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുക. അപ്പം നല്ലവണ്ണം ഒന്നും കൂടി മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു പാത്രത്തിൽ ഓയിൽ തടവി ആദ്യം എടുത്ത് വെക്കണം. എന്നാലുള്ള ഈ മിക്സ് പെട്ടെന്ന് അതിലേക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനൊരു ട്രേയിൽ ഓയിൽ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ആ മിക്സ് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് നമുക്കിങ്ങനെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വനസ്പതി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂൺ വനസ്പതി ചേർത്തിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് കറക്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. സ്പൂൺ തന്നെ എടുക്കണം, എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നമുക്ക് ഷേപ്പിന് കട്ട് ചെയ്യണമെങ്കിൽ നല്ലൊന്ന് അമർത്തി കൊടുക്കണം. എല്ലാം മിക്സ് ഇട്ടിട്ട് നല്ലൊന്ന് അമർത്തി കൊടുക്കുക. അതിലേക്ക് ഇപ്പോൾ മൈദയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് മൈദപ്പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ്. അപ്പം ഇത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഷേപ്പിലാണെന്ന് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എന്തായാലും തണുത്ത ശേഷം കാണിക്കും. 1/2 മണിക്കൂർ എന്തായാലും എടുക്കും തണുക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാൽക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്.